ഏവർക്കും MRK ബ്രോസിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയെ കുറിച്ച് നമുക്ക് എന്തറിയാം? വെറുതെ അനാവശ്യമായ വാർത്തകളും അപവാദങ്ങളും പ്രചരിപ്പിച്ച് നമ്മുടെ ആയുസ്സിനെ എന്തിനാണ് നാം കളയുന്നത്? ആരൊക്കെയോ പടച്ചുവിടുന്ന സത്യമാണോ എന്ന് ഒരു ഉറപ്പുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ അനാവശ്യമായ നെഗറ്റീവായ വാർത്തകളും അപവാദങ്ങളും എല്ലാം മറ്റുള്ളവരിലേക്ക് നമ്മുടെ വിരൽത്തുമ്പുകളിൽ നിന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സോക്രട്ടീസിന്റെ ഒരു ചെറിയ കഥ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരിക്കൽ സോക്രട്ടീസിന്റെ അടുത്തൊരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ അങ്ങയുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് കേൾക്കുവാനിടയായി. ഇത് കേട്ടയുടനെ സോക്രട്ടീസ് ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ അത് പറയുവാൻ പോകുന്നതിന് മുൻപ് ഞാൻ ആദ്യമായി 3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. 1, നിങ്ങൾ പറയുവാൻ പോകുന്ന കാര്യം അത് സത്യമാണ് എന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, സത്യമാണെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ കേട്ടു, അത്രമാത്രം. 2, നിങ്ങൾ പറയുവാൻ പോകുന്ന ആ കാര്യം കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ വല്ല നേട്ടവുമുണ്ടോ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇല്ല, ഒരു നേട്ടവുമില്ല. 3ാമതായി സോക്രട്ടീസ് ചോദിച്ചു, നിങ്ങൾ പറയുവാൻ പോകുന്ന കാര്യം അത് നല്ല വാർത്തയാണോ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അല്ല, നല്ല വാർത്തയല്ല. ഇത് കേട്ടയുടനെ സോക്രട്ടീസ് പറഞ്ഞു, നിങ്ങൾ പറയുവാൻ പോകുന്ന കാര്യം അത് സത്യമാണോ എന്ന് ഉറപ്പില്ല, നല്ല വാർത്തയല്ല, അതുകൊണ്ട് ആർക്കും ഉപകാരവുമില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചു തന്നെ നിർത്താം. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ വിധി നിർണയിക്കുന്നത് വിരൽ തുമ്പുകളിൽ നിന്ന് ചലിപ്പിച്ചുകൊണ്ടുണ്ടാകുന്ന മെസ്സേജുകളാണ്. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു മാഷും കുറച്ച് കുട്ടികളും ടൂർ പോകുവാനിടയായി. പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒരാൾ ഒരു പ്രാവിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി വന്ന് എല്ലാവരോടും ചോദിച്ചു, എന്റെ കയ്യിലുള്ള പ്രാവിന് ജീവനുണ്ടോ, ജീവനില്ലേ? അതിന് ഉത്തരം പറയുവാൻ പോയ കുട്ടികളെ മാഷ് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അതിന് ഉത്തരം പറയരുത്. കാരണം ആ പ്രാവിന്റെ ജീവന് നിങ്ങൾ വില നിശ്ചയിക്കരുത്, അതിന്റെ വിധി നിങ്ങൾ നിശ്ചയിക്കരുത്. കാരണം നിങ്ങൾ ആ പ്രാവിന് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പന്തയത്തിൽ പരാജയപ്പെടാതിരിക്കുവാൻ ആ കുട്ടി എന്താണ് ചെയ്യുക എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ചാനൽ ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അനാവശ്യമായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഞാൻ പറയുന്നതാണ് ശരി, ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, മറ്റുള്ളവർ പറയുന്നത് സത്യമല്ല, ന്യായമല്ല എന്നിങ്ങനെയെല്ലാം പ്രചരിപ്പിക്കുന്നതിലൂടെ ആർക്കാണ് നേട്ടം? ഇത്തരത്തിലുള്ളവർ ഒരു കാര്യം ചിന്തിക്കണം. ഏതൊരു VIP ആയാലും ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നതിന് മുൻപ് കുറച്ചെങ്കിലും ഡിസേബിലിറ്റികൾ നേരിടേണ്ടി വരും. അത് ചിലപ്പോൾ പ്രായം കൂടിയതിന്റെ പേരിലുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കുറഞ്ഞോ, കണ്ണട വെച്ചോ, കുത്തി നടക്കുന്ന വടി ഉപയോഗിച്ചോ, വീൽ ചെയറിലൂടെയോ എല്ലാം ആയിരിക്കാം. അതുകൊണ്ട് വെറുതെ അനാവശ്യമായ വാർത്തകൾ പ്രചരിപ്പിച്ച് വെറുതെ അപവാദങ്ങൾ പറഞ്ഞ് നിമിഷപ്രിയയെ മോചനത്തിന് പകരം കൊലക്ക് കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ളവർ വാസ്തവത്തിൽ ചെയ്യുന്നത്.